Praise the Lord. കേൾക്കാം. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ക്രൈസ്റ്റ് ഫെലോഷിപ്പിന്റെ ഈ കൂട്ടായ്മയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം തന്നു. പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, പറയാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ ജോലിക്കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ നിങ്ങളെല്ലാവരും ഓർക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കൂട്ടായ്മകളിലും യൂട്യൂബിന്റെ ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും നമ്മൾ നിങ്ങളെ വ്യക്തിപരമായിട്ടല്ലെങ്കിലും ആൾക്കാരെ അറിഞ്ഞ് ഞാൻ ഇങ്ങനെ കൂട്ടത്തിൽ എല്ലാവരുടെയും അവരായിരിക്കുന്ന മേഖലകളിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും അപ്പം നമ്മളായിരിക്കുന്ന മേഖലയിൽ നമ്മളെ ബൈബിളിൽ പറയും, ദാവീദ് ഗോലിയാത്തിന്റെ നേരെ കടന്നു ചെന്നപ്പോ ഒരു കല്ല് നദിക്കരയിൽ നിന്നും കല്ല് അവൻ എടുക്കുവാനിടയായി തീർന്നു. ആ കല്ലിന് ചിന്തിക്കാൻ കഴിയും, വർഷങ്ങളായി ഞാൻ ഈ കല്ലായിട്ട് ഞാൻ ഈ നദിത്തിരയിൽ കിടക്കുന്നു, പലരും എന്നെ ചവിട്ടുന്നു, മൃഗങ്ങൾ എന്റെ പുറത്തുകൂടെ കയറി പോകുന്നു, പക്ഷെ എന്റെ വിധി ഇതാണോ എന്ന് ആ കല്ലിന് ചിന്തിക്കാനിടയായി. പക്ഷെ ആ കല്ല് ദാവീദ് എന്നൊരു അഭിഷേകമുള്ളവന്റെ കരങ്ങളിലേക്ക് കടന്നു വന്നപ്പോ ദൈവജനത്തിന് എതിരെ വെല്ലുവിളിച്ചു നിന്ന ഒരു ഗോലിയാത്തുന്നൊരു ശത്രുവിന്റെ തലയെ തകർക്കുവാൻ, അവന്റെ ദൈവജനത്തിന് ദൈവദാസന്മാർക്കുമെതിരെ നിന്നവരുടെ തലയെ തകർക്കുവാൻ ദൈവം ഇടയായിരുന്നു. അതുപോലെ നമ്മളും ഈ തരുണത്തിൽ നമ്മളായിരിക്കുന്ന മേഖലയിൽ, നമ്മളായിരിക്കുന്ന സഭകളായി, നമ്മളായിരിക്കുന്ന ശുശ്രൂഷ മേഖലകളിലായിരിക്കാം, നമ്മളൊരു കല്ലായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവിക അഭിഷേകത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ ആ ദൈവിക പദ്ധതി, ആ ദൈവിക അഭിഷേകത്തിന് നമ്മൾ കീഴ്പ്പെടുമ്പോൾ നമ്മുടെ സഭയ്ക്കെതിരെയായിരിക്കാം, നമ്മുടെ ദേശത്തിനെതിരെയായിരിക്കും, നമ്മൾ ചെയ്യുന്ന ചുറ്റുപാട്, നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിരിക്കാം, ദൈവജനത്തിനെതിരെ, ദേശത്തിനെതിരെ നിൽക്കുന്ന ചില ഗോലിയാത്തുമാരുടെ തലകളെ വീഴ്ത്തുവാൻ, ആ ദേശത്തെ പൈശാചികത്തിന്റെയും ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ നമ്മളെ എല്ലാവരെയും ദൈവം ദിവസങ്ങളിൽ കരങ്ങളെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവികം നമ്മളെ എന്ത് ആഗ്രഹിക്കുന്നുവോ ആ നിലവാരത്തിലേക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ ദൈവത്തിന് നമ്മളിൽ നിന്നും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളെ ഇടയാക്കി തരും. ഞാനൊരു മെസ്സേജ് ആയിട്ട് ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിനെ പറ്റി ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് അബ്രഹാമിന്റെ 2 യാഗങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാം ഉൽപ്പത്തി 12:8 അബ്രഹാം യാഗം കഴിക്കുന്നുണ്ട് ദൈവത്തെ സന്നിധിയിൽ. അപ്പോൾ ദൈവവുമായി അബ്രഹാം ഒരു നിയമം ചെയ്യുവാണ്. അബ്രഹാമിന്റെ 7-ാമത്തെ 12:7 കർത്താവ് ദൈവം അവന് പ്രത്യക്ഷനായി പറയുന്നു, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശത്തെ കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അതിനുശേഷം ദൈവവുമായി ഒരു ഉടമ്പടി കഴിച്ച് ദൈവത്തിന് വേണ്ടി ഒരു യാഗം കഴിക്കുകയാണ്. ബഥേൽ എന്ന സ്ഥലത്ത് ബഥേലിൽ ഒരു യാഗം കഴിച്ച് അബ്രഹാം ദൈവത്തെ ആരാധിപ്പിച്ചു മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ അബ്രഹാമിനോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ എന്റെ ഹൃദയത്തിൽ വന്ന ഒരു ചോദ്യമുണ്ട് അബ്രഹാമിനോട്. സന്തതി ഇല്ലാതെ, ഒരു കുഞ്ഞു പോലും ഇല്ലാതെ നിൽക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഈ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കുമായി തരുമെന്ന്. അങ്ങനെ ആ വാഗ്ദത്തത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവവുമായി ഒരു യാഗം കഴിച്ച് ഉടമ്പടി ചെയ്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു അബ്രഹാമാണ് ഞാൻ അവിടെ കാണുവാനിടയായി തീരുന്നത്. ഞാൻ അബ്രഹാമിനോട് എന്റെ മനസ്സിൽ വന്നൊരു ചോദ്യമുണ്ട് അബ്രഹാമിനോട്, നീ യാഗം കഴിഞ്ഞു, ദൈവ സാന്നിധ്യം അനുഭവിച്ചു, ഇതിന്റെ അനുഗ്രഹം നിനക്ക് എന്ന് കിട്ടും, എപ്പോൾ കിട്ടും എന്നൊരു ചോദ്യം എന്റെ ഹൃദയത്തിൽ വന്നു. അപ്പോൾ അബ്രഹാം ചിരിച്ചോണ്ട് പറഞ്ഞു, ദൈവം കരുതിക്കോളും എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് കടന്നു വന്നത്. അബ്രഹാമിന്റെ ജീവിത കാലഘട്ടത്തിൽ അബ്രഹാമിനോട് നമ്മൾ ചോദിക്കുവാണെങ്കിൽ അബ്രഹാം പറയുന്ന ഒരു കാര്യമുള്ളൂ, യഹോവ കരുതിക്കൊള്ളൂ എന്നുള്ള ചിന്താമണി. അപ്പം അബ്രഹാമിന് എന്റെ ചിന്തയിൽ വന്നപ്പോൾ അബ്രഹാമിനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ ചിന്തയിൽ വന്നത്, അബ്രഹാം പറഞ്ഞു, ദൈവം ഈ ബഥേലിന്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇന്നല്ലെങ്കിൽ എന്റെ വാഗ്ദത്തം ചെയ്ത എന്റെ തലമുറയ്ക്ക് അനുഗ്രഹമായി തീരും എന്ന വിശ്വാസമാണ് അബ്രഹാമിനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അബ്രഹാം അവിടുന്ന് കൂടാരം വിട്ട് വേറെ മാറി പാളയമടിച്ചു താമസിച്ചു. യഹോവയ്ക്ക് യാഗം കഴിച്ചു ദൈവസന്നിധിയിൽ ആരാധിച്ചു പോന്നു.
ഇവിടെ നിന്നാണ് മിസ്രൈമിൽ പോയി മിസ്രൈമിന്റെ ഒരു ക്ഷാമം ആ ദേശത്ത് വന്നപ്പോൾ അബ്രഹാം അവിടുന്ന് മിസ്രൈമിൽ പോയി. അവിടുന്ന് മിസ്രൈമിൽ നിന്ന് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴും അവൻ ഈ ബഥേലിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ അവൻ മറന്നില്ല. അവൻ അവിടെ വന്നപ്പോഴും താൻ അനുഭവിച്ച ആ ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലത്ത് നിന്ന് അവൻ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയായി തീർന്നു. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊക്കെ ആയി, നമ്മൾ കുറച്ചൊക്കെ ആയി എന്നുള്ളൊരു വിചാരത്തിൽ നമ്മൾ അങ്ങ് മാറിപ്പോവുക ചെയ്തത്. ആ ദൈവ സാന്നിധ്യത്തെ നമ്മൾ പിന്തുടരുവാനും ആ ദൈവ സാന്നിധ്യത്തിന് ഒത്തവണ്ണം ദൈവിക ശബ്ദത്തിനനുസരിച്ച് നമ്മൾ ജീവിപ്പാൻ നമ്മൾ ഒരിക്കലും ഇടയാകത്തില്ല. അതിനുശേഷം ഞാൻ അബ്രഹാം 15:11 അബ്രഹാം യാഗം കഴിക്കുവാനിട വീണ്ടും ദൈവം അവനോട് ഇടപെടുവാനെടുത്തിരുന്നു. നിന്റെ സന്തതിയെ ഞാൻ നക്ഷത്രങ്ങളെ പോലെ ആകാശത്തിൽ നക്ഷത്രം പോലെ ഞാൻ നിനക്ക് തരും എന്ന ദൈവവുമായി അവനോട് ഉടമ്പടി ദൈവം അവനെ വാക്തത്വം കൊടുക്കുവാനിടയായിത്തീർന്നു. ആ വാക്തത്വത്തിന് ഉറപ്പിന് വേണ്ടി അവൻ ദൈവവുമായി ഒരു ഉടമ്പടിക്ക് വേണ്ടി ഒരു യാഗം കഴിക്കുവാൻ തീരുമാനിച്ചു. ആ യാഗത്തിന് ദൈവം അവനോട് പറയുന്നുണ്ട്. അവനോട് പറഞ്ഞു 3 പശുക്കള്, കോലാട്, ആട്ടുകൊച്ചന്മാര്, ഒരു കുറുപാവ്, പ്രാവിൻ കുഞ്ഞ്, അവരെയുമായി ദൈവസന്നിധിയിലേക്ക് വരുവാൻ അവനോട് പറയാൻ ചെയ്തു. ഇതിനു മുമ്പ് ആരാധിച്ച് എക്സ്പീരിയൻസ് ഉള്ള അബ്രഹാം, ഇതിനു മുമ്പ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അബ്രഹാം താൻ യാഗവുമായി വന്നപ്പോൾ ദൈവം പറഞ്ഞത് നീ അതിനെ കൊണ്ട് എന്റെ അടുത്ത് വരുവാനാണ് പറഞ്ഞത്. പക്ഷെ അവന്റെ എക്സ്പീരിയൻസ് ആണ് അവനെ തന്നെ അതിനെ അറക്കുവാനിടയായി തീർന്നു. ആട്ടുകൊറ്റത്തിനെയും പശുവിനെ കോലാടിനെ അറുത്ത് പ്രാവിന്റെ പക്ഷികളെ അവൻ അറക്കാതെ വെക്കുവാനിടയായി തീർന്നു. അവൻ ദൈവം പറഞ്ഞ പദ്ധതിയിൽ നിന്നും മാറിക്കൊണ്ട് ദൈവം പറഞ്ഞ് നീ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവൻ ആ പദ്ധതിയിൽ നിന്നും അവന്റെ മുമ്പുള്ള ആരാധനയുടെ എക്സ്പീരിയൻസ് വിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ അബ്രഹാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. പക്ഷെ അവൻ കാത്തിരുന്നത് ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാത്തിരുന്ന അബ്രഹാം ആ ദൈവ സാന്നിധ്യം കാണുവാൻ ഇടയായിത്തീർന്നില്ല. കാരണം അവൻ വ്യവസ്ഥ തെറ്റിച്ച് ദൈവസന്നിധിയിൽ വിടുവാൻ തീർന്നു. അവൻ പ്രതീക്ഷിച്ച് ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ട അബ്രഹാം ആ യാഗത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്നത് ഒരു റാഞ്ചൽ പക്ഷിയാണ്. അപ്പോൾ ഇതുവരെ അബ്രഹാമെ, ഇതുവരെ നീ ആരാധിച്ചപ്പോഴും നിനക്ക് ദൈവ സാന്നിധ്യവും ദൈവ ശബ്ദം കേട്ട നീ എന്തുകൊണ്ട് നിന്റെ ഈ യാഗപീഠത്തിൽ റാഞ്ചൽ പക്ഷി ഇറങ്ങി? അപ്പോ അബ്രഹാം പറഞ്ഞു, ഞാൻ ദൈവം എന്നെ വിളിച്ചുകൊണ്ട് വന്ന് യാഗം കഴിക്കാൻ എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ ദൈവം പറഞ്ഞ വ്യവസ്ഥ തെറ്റിച്ച് ദൈവത്തിൽ നിന്നും മാറിയിരിക്കുക. അപ്പോൾ ആ ദൈവിക സാന്നിധ്യം അവനെ വിട്ടപ്പോൾ അബ്രഹാമിന്റെ മനസ്സിലേക്ക് ഒരു ഇരുട്ട് ബാധിക്കണം. അതിനകത്ത് പറയുന്നുണ്ട്, ഇരുട്ടായി അവന്റെ മനസ്സിൽ ഭീതിയായിപ്പോയി. അബ്രഹാമിന്റെ ഭീതി എന്ന് പറഞ്ഞൊരു അവസ്ഥ വരുന്നില്ല. കാരണം 5 രാജാക്കന്മാരെ 300 പരം തന്റെ യോദ്ധാക്കളുമായി ചെന്ന് യുദ്ധം ചെയ്ത ധൈര്യശാലിയായ ഒരു വ്യക്തിയാണ് അബ്രഹാം. അപ്പോൾ അബ്രഹാമെ, നിനക്ക് ഈ അന്ധകാരം വ്യാപരിച്ചപ്പോൾ നിനക്ക് എങ്ങനെ പേടിയായി എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയും, ഞാൻ ആ രാജാക്കന്മാരുമായി യുദ്ധം ചെയ്യാൻ പോയപ്പോൾ എൻ്റെ കൂടെ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലാണ് ഞാൻ യാത്ര ചെയ്തത്. ഇപ്പോൾ ഞാൻ ഇത് ദൈവത്തെ സാന്നിധ്യത്തിൽ നിന്ന് മാറി, ദൈവത്തിന്റെ അനുഭവത്തിൽ നിന്ന് മാറി, ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അനുഭവമാണ്. അതാണ് എനിക്ക് അവനൊരു അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് വലിയൊരു വിടുതൽ പ്രാപിക്കാൻ അബ്രഹാം യാഗവുമായി കടന്നു വന്നപ്പോൾ അവൻ അതിന് ഫലമായി കിട്ടിയതോ അവന്റെ സന്തതിക്ക് 400 സംവത്സരം മിസ്രൈമിൽ അടിമ ജീവിതമാണ് അവന് അനുഗ്രഹമായി കിട്ടിയത്, ശാപമായി തീരുവാൻ ഇടയായി തീർന്നത്. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ആയിരുന്നു, വ്യവസ്ഥയില്ലാതെ ദൈവസന്നിധിയിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കിന് നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തതികൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് കുഴപ്പമില്ലായിരിക്കാം, നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ശാപമായി തീരുവാൻ കാരണമായി തീരും. കാരണം നമ്മൾ പറയും, ദൈവമേ ഞാൻ എന്ത് പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ അവർ എങ്ങനെ വഴിവഴിച്ചു പോകുന്നു, അല്ല ദൈവ സാന്നിധ്യം വിട്ടുപോകുന്നു എന്നൊരു ചിന്ത വരുമ്പോഴത്തേക്കിന് നമ്മൾ ദൈവത്തെ പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വ്യവസ്ഥയില്ലാതെ ദൈവ സാന്നിധ്യത്തിന്റെ മടുവിൽ വരുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിന് പകരം ശാപമായി തീരുമാനയിടയായി തീർത്തുള്ളൂ. അതുപോലെ അപ്പം അബ്രഹാം ഈ ശാപം മേടിച്ച് അബ്രഹാമും തന്റെ കാലക്രമണത്തിൽ താൻ മരണപ്പെട്ടു.
അപ്പോൾ ഞാൻ അബ്രഹാമിനോട് ഇതിന് മുമ്പ് ചോദിച്ച ഒരു മനസ്സിൽ തോന്നുന്ന ചോദ്യമുണ്ട്. അബ്രഹാമെ, നീ ബഥേലിൽ കഴിച്ച യാഗപീഠങ്ങൾ, യാഗത്തിന്റെ സാന്നിധ്യങ്ങൾ നിനക്ക് അനുഗ്രഹമായി തീർന്നു. നിനക്ക് ഇപ്പോൾ യാഗം കഴിച്ച് നിനക്ക് അനുഗ്രഹം ശാപമല്ലേ എന്ന് ചോദിച്ചു എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരാൻ തീർന്നു. അപ്പോഴാണ് ഉൽപ്പത്തി 28-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം കാണിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മരിച്ചു മണ്ണടഞ്ഞു പോയി എങ്കിലും എന്റെ സന്തതി, എന്റെ കുഞ്ഞുമകൾ, ദൈവം വാഗ്ദത്തം പറഞ്ഞ് എന്റെ സന്തതിക്ക് തരുമെന്ന് ദേശം പറഞ്ഞപ്പോൾ ഞാൻ അതിനെ വിശ്വസിച്ചപ്പോൾ അതെനിക്ക് നീതിയായി കണക്കിട്ടു. ദൈവം എനിക്ക് തലമുറയെ തന്നു. ആ തലമുറയുടെ എന്റെ കൊച്ചുമകൻ ദൈവ സാന്നിധ്യത്തിൽ അവന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് അവന്റെ അമ്മയുടെ സഹോദരന്റെ ഭവനമായ ലാബാന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ ഭയപ്പെട്ട് ദൈവസാന്നിധ്യത്തിൽ അവൻ പേടിച്ച് ഇരുട്ടിന്റെ അനുഭവത്തിൽ കടന്നുപോയപ്പോൾ അവൻ കടന്നു പോകുമ്പോൾ അവന്റെ അപ്പൻ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യത്തെ അവൻ തിരിച്ചറിയുവാനിടയായിത്തീരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ആ ബൈബിളിൽ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അവനൊരു സ്വപ്നം കണ്ടു പോകാനിടയത്തിന്. അവൻ രാത്രിയിൽ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ രാത്രി ആയിരുന്നപ്പോൾ തല വെച്ച് ഉറങ്ങിയപ്പോൾ അവനൊരു സ്വപ്നം കാണുവാനിടയായിരുന്നു. ആ സ്വപ്നത്തിൽ കണ്ടത് ഒരു ഗോവണി, സ്വർഗത്തോളമുള്ള ഒരു ഗോവണി, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ അബ്രഹാമിനോട് ചോദിച്ച ചോദ്യമുണ്ട്, അബ്രഹാമേ, ഈ ദൂതന്മാർ എന്നിറങ്ങി? അത് കാരണം ദൂതന്മാർ ഗോവണിയിൽ നിന്ന് കയറുന്ന സ്വപ്നമാണ് കാണുന്നത്. അപ്പൊ ഈ ദൂതന്മാർ എന്നിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമാണ് എന്റെ കൊച്ചുമകൻ ഇരുട്ടിന്റെ അനുഭവത്തിൽ തകർന്നു പോയപ്പോൾ അവന് കാണുവാൻ ഇടയായി തീർന്നത്. ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവൻ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ തീർന്നു. എനിക്ക് നൽകിയ അതേ അനുഗ്രഹങ്ങൾ ആ സ്വപ്നത്തിലൂടെ എന്റെ ദൈവം അവന് വേണ്ടി കൈമാറുവാൻ ഇടയായി തീർന്നു. അതുപോലെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ നമ്മൾ ദൈവസന്നിധി ആരാധിക്കുവാണെങ്കിൽ, വ്യവസ്ഥ പ്രകാരം നമ്മൾ ആരാധിക്കുവാണെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് അത് ഒരു അനുഗ്രഹമായി തീരും. അല്ലാതെ വർഷം നമ്മൾ ദൈവസാന്നിധ്യത്തിൽ നിന്നും വ്യവസ്ഥ തെറ്റിച്ച് നമ്മൾ ദൈവസന്നിധി മുഴങ്കാൽ മടക്കിയെങ്കിൽ, ദൈവസന്നിധി വ്യവസ്ഥ തെറ്റിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ ആരാധന മുഴുക്കുമ്പോൾ അത് നമ്മുടെ തലമുറയ്ക്ക് അത് ശാപമായി തീരുവാനും അത് അവർക്ക് കഷ്ടമായി തീരുവാനും ഇടയായി തീരും. ഇത് ഞാൻ പ്രിയ ദൈവജനങ്ങളോട് ചോദിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കൂടെകൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രസാദമുള്ളവരായി തീരുവോ ആണോ ഇല്ലയോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബലഹീനതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധി നമ്മൾ ഏറ്റുപറഞ്ഞ്, കർത്താവേ, ഞങ്ങളുടെ ആരാധന ഈ ദേശത്തിന് അല്ല ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് അനുഗ്രഹമാണ്, അവർക്കൊരു ശാപമായി തീരരുത് എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ദൈവസന്നിധി നമ്മുടെ പ്രാർത്ഥനകളായി തീരണം എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇരുന്നുകൊള്ളുന്നു. നിങ്ങൾ എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു.